ഇന്ന് നമുക്ക് റേഷൻ അരി കൊണ്ട് നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടു നോക്കിയാലോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല കേട്ടോ, നമുക്ക് ഡിന്നറായിട്ടും കഴിക്കാം. ചിക്കൻ കറി, അതുപോലെ നമ്മുടെ സാമ്പാർ, ചമ്മന്തിയുടെ കൂടെയൊക്കെ അടിപൊളിയാണ്. ഞാനിപ്പം ഇതിന് കോമ്പിനേഷനായിട്ട് നല്ല ചുമന്ന കളറിൻ്റെ നല്ലൊരു ചമ്മന്തിയാണ് തയ്യാറാക്കിയത്. പക്ഷേ ചമ്മന്തിയുടെ റെസിപ്പി ഇവിടെ കാണിക്കുന്നില്ല, വീഡിയോ ഒത്തിരി ലെങ്തായി പോവും. അപ്പം ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് റേഷൻ അരി എടുക്കുന്നുണ്ട്. റേഷൻ പുഴുക്കലരി, നമ്മൾ ചോറ് വെക്കുന്ന റേഷൻ പുഴുക്കലരി ഉണ്ടല്ലോ, അതാണ് 2 കപ്പ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പച്ചരി അധികം വേണ്ട. റേഷൻ അരി 2 കപ്പ് എടുത്തെങ്കിൽ നമ്മൾ അതിലേക്ക് ഒരു 1/2 കപ്പ് പച്ചരി കൂടെ ചേർത്ത് കൊടുത്താൽ മതി. 3 കപ്പ് റേഷൻ അരി എടുക്കുവാണെങ്കിൽ അതിന് 1 കപ്പ് പച്ചരി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ 2 കപ്പ് റേഷൻ അരിയും 1/2 കപ്പ് പച്ചരിയും എടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 6 മണിക്കൂർ നമ്മളിത് കുതിർത്തെടുക്കണം. ആ റേഷൻ അരിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. ഇനി ഈ കുതിർന്ന അരിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് നല്ല നൈസായിട്ട് നമ്മൾ അരയ്ക്കരുത്. ഒരു റവയുടെയൊക്കെ പരുവത്തിൽ തരിയായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഇച്ചിരി കൂട്ടി അരച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് പിന്നെ അതൊന്ന് വെള്ളമൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഗ്രൈൻഡറിലോ അല്ലെങ്കിൽ കല്ലിലോ ഇട്ടൊക്കെ അരയ്ക്കുവാണെങ്കിൽ നമുക്ക് വെള്ളം കുറച്ച് തന്നെ അരച്ചെടുക്കാം. ഇല്ലെങ്കിൽ മിക്സിക്കകത്ത് അരയ്ക്കുവാണെങ്കിൽ ഇതുപോലെ വെള്ളം കൂട്ടി തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്കൊരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കടലപ്പരിപ്പൊന്നും ചേർക്കുന്നില്ല, ഡയറക്റ്റ് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരി. ഇപ്പം നമ്മൾ തരിയായിട്ടാണല്ലോ അരച്ചത്, നൈസായിട്ട് അരയ്ക്കരുത്. അപ്പം അത് അടിയിൽ ഇങ്ങനെ ഊറിക്കിടക്കുക. അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കട്ടെ. നമ്മൾ തേങ്ങ കൂടുതൽ ചേർക്കും തോറും കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇതാണ് പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്കിത് കുറുകി കിട്ടും. ഇനി ഇതുപോലെ ഇളക്കിക്കൊണ്ടിരുന്ന് പെട്ടെന്ന് ഇളക്കി കഴിയുമ്പം ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി കിട്ടും. എന്നിട്ട് നമുക്കത് ഒന്ന് ആറിയിട്ട് വേണം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് ആൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തു. ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് തണുക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പം ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ഉള്ളിലൊക്കെ നല്ല ചൂടുണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് കൈയൊന്ന് പതുക്കെ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ആറിക്കഴിയുമ്പം ഇതുപോലെ കൈയൊന്ന് നനയ്ക്കണം. എന്നിട്ട് നമ്മൾ കുറേശ്ശെ മാവെടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നമുക്കിതുപോലെ ഉരുട്ടി തന്നെ വേണമെങ്കിൽ ഇത് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കാം. പിന്നെ ഉള്ളിലൊക്കെ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നടുക്ക് ഇതുപോലെ ഒരു ഹോളും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ഷേപ്പും അതുപോലെ തന്നെ പെട്ടെന്ന് ഉള്ളിലൊക്കെ വെന്ത് കിട്ടും. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം. റേഷൻ അരി ഇല്ലെങ്കിൽ നമ്മൾ ചോറ് വെക്കുന്ന സാധാരണ മട്ട അരി കൊണ്ട് നമുക്കിത് തയ്യാറാക്കാവേ. അത് നല്ലൊരു ചുമന്ന കളറിൽ, അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുത്തു. ഇനി ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ആദ്യം തന്നെ ചൂടാകാനായിട്ട് വെച്ചിരുന്നു. വെള്ളം നന്നായിട്ട് ചൂടായി കഴിയുമ്പം ആദ്യമേ നമ്മൾ ഒരു റൗണ്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. എല്ലാം കൂടെ ഒന്നിച്ച് മേലെ വെക്കരുത്. ആദ്യമേ ഒരു റൗണ്ട് താഴെ ഇതുപോലെ വെച്ചിട്ട് ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ആവി ഒന്ന് കയറി ആദ്യം വെച്ചത് ഒന്ന് ലൈറ്റായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതിന് മുകളിലേക്ക് നമ്മൾ വാക്കിട്ട് കൂടെ വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മുകളിൽ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അത് ഒട്ടിപ്പിടിക്കും. പിന്നെ അത് ഷേപ്പൊക്കെ അങ്ങ് മാറിപ്പോകും. നമ്മൾ എടുക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം വെച്ച് ഒന്ന് സ്റ്റീം വന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത് വെക്കുവാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ, താഴത്തതൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സൂപ്പറായിട്ട് കിട്ടും. ഇനി മൂടി വെച്ചിട്ട് ഇതൊരു 20-25 മിനിറ്റ് നമ്മൾ വേവിച്ചെടുത്താൽ അടിപൊളിയായിട്ടുള്ള പലഹാരം റെഡിയായി. ട്രൈ ചെയ്യണേ.